ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാര നടപടിയായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രത്യാക്രമണത്തിനുള്ള ഒരുക്കം നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി കിട്ടുന്ന വാർത്ത. സൈന്യത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ പാകിസ്ഥാന്റെ ഭരണകൂടവും അതേപോലെ തന്നെ സൈന്യവും രണ്ട് തട്ടിലാണ്. ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, കാലാകാലങ്ങളിലായിട്ട് അങ്ങനെ തന്നെയാണ്. വെള്ളവും പിന്നെ വെളിച്ചെണ്ണയും പോലെ തന്നെ രണ്ടും അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. ആദ്യം പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞത്, ഇതോടുകൂടി ഇന്ത്യ അവസാനിപ്പിക്കുന്നുവെങ്കിൽ ഇനി ഒരു രണ്ടാമത് ആക്രമണത്തിന് ഇന്ത്യ തുനിയുന്നില്ല എങ്കിൽ പാകിസ്ഥാൻ ഈ വിഷയം ഇവിടെ വിടുകയാണ്, ഇന്ന് റാപ്പപ്പ് ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഖ്വാജ ആസിഫിന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യ ഈ ഒരു തീവ്രവാദികൾക്ക് നേരെ നടത്തിയ ആക്രമണം തീവ്രവാദികളാണെന്നുള്ളത് ഖ്വാജ ആസിഫോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റോ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. ഇന്ത്യ തീവ്രവാദികൾക്കെതിരെ ആക്രമണം നടത്തിയതാണെന്ന് പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവര് എല്ലായ്പ്പോഴും പറയുന്നത് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരാണ്, തീവ്രവാദത്തിന്റെ ഇരയാണ് പാകിസ്ഥാൻ എന്നും കൂടിയാണ് പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു ആക്രമണം അത് പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നുള്ള ഒരു ആക്രമണമായിട്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിയും മുമ്പ് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രസ്താവന വന്നു. അപ്പൊ ഈ പ്രസ്താവനയും ഇവരുടെ പിന്നീടുള്ള ഡയലോഗുകളെല്ലാം കൂടെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വല്ലാത്ത കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പാകിസ്ഥാനിൽ നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനത്തിനുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അത് പ്രത്യേകിച്ച് കശ്മീരിന്റെ വിഷയത്തിൽ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഇത്തരം തീവ്രവാദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെയും ഇന്ത്യയുടേതായിട്ടുള്ള സുസ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, ഉറിയടക്കം ഉള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തീവ്രവാദി ആക്രമണത്തിൽ ഇന്ത്യ വളരെയധികം വേദനിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പഹൽഗാമിൽ ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഈ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഏകദേശം ഈ ഒരു തീവ്രവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇന്ത്യ ഇത്തരം സാഹചര്യത്തെ എസ്കലേറ്റ് ചെയ്തൊരു ഇന്ത്യ പാക് വാറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു സൈനിക നടപടിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം പാകിസ്ഥാന്റെ ഏതെങ്കിലും തരത്തിൽ സൈനിക കേന്ദ്രങ്ങളെയോ സൈനികരെയോ അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയൻസിനെയോ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നില്ല. ഇന്ത്യയുടെ തന്ത്രം വളരെ വളരെ പ്രിസൈസ്ഡ് ആയിരുന്നു, അത് വളരെ കൃത്യമായിരുന്നു. തീവ്രവാദികൾ എവിടെല്ലാം ഉണ്ട്, തീവ്രവാദികളുടെ സ്വാധീനം എവിടെല്ലാം ഉണ്ട്, ആ മേഖലയെ കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യതയോടെ ആക്രമണം നടത്തി മടങ്ങിപ്പോരുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം. അത് ഇന്ത്യൻ സൈന്യം വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചു. അപ്പോൾ ഇവിടെ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. പാകിസ്ഥാൻ എന്നല്ല, ഒരു രാജ്യത്തോടും ഇന്ത്യക്ക് യുദ്ധം ചെയ്യണമെന്നുള്ള താല്പര്യമില്ലാത്ത, സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോലും സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ അതിനെ മുതിരുന്നില്ല. എന്നാൽ പാകിസ്ഥാനോ ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും അവിടെ നടക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളും സൈന്യവും അതേപോലെ അവിടുത്തെ ഗവൺമെന്റും തമ്മിലുള്ള ആശയപ്പിശകുകളും ഒക്കെ എല്ലായ്പ്പോഴും പാകിസ്ഥാൻ ഒരു കല്ലുകടിയായിട്ടാണ് മാറിയിട്ടുള്ളത്. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സുസ്ഥിരമായിട്ടുള്ള നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്തുവാൻ പാകിസ്ഥാൻ പലപ്പോഴും സാധിക്കാത്തതും ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത അനുസരിച്ച് ഇന്ത്യക്കെതിരെ ഒരു സൈനിക നടപടി നടത്തണം. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ സൈനികരെ ലക്ഷ്യം വെച്ച് ചെയ്തതാണെങ്കിൽ പോലും പാകിസ്ഥാന്റെ പരമാധികാര പ്രദേശത്ത് നടന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാന്റെ സൈന്യവും അതേപോലെ തന്നെ ഗവൺമെന്റും അവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറും ഒക്കെ കൊണ്ട് ഇന്ത്യക്കെതിരെ ചെറുതായിട്ടെങ്കിലും ഒന്ന് മുട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യ ഓൾറെഡി ഇന്ത്യയുടെ നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പാകിസ്ഥാൻ ഒരു പ്രൊവോക്കേഷനുമായിട്ട് വരുന്നില്ല എങ്കിൽ ഇന്ത്യ തൽക്കാലം ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ല, പാകിസ്ഥാൻ ഇതിനെ തുടർന്ന് മറ്റേതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു ആക്രമണമായി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ള ഇന്ത്യയുടെ ഒരു നയം ഓൾറെഡി ഇന്ത്യ ഇതിനോടകം പറഞ്ഞു വെച്ചു. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന
നടപടി എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധ സാഹചര്യത്തെ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യം വളരെ സുശക്തമാണ്. ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തി പിന്മാറ്റുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ അറ്റാക്ക് നടത്തി തങ്ങളും തിരിച്ചടിച്ചു എന്നുള്ള ഒരു പേര് വരുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് ഏറ്റ കനത്ത തിരിച്ചടിക്ക് ഒരു മറു പ്രഹരം ഇന്ത്യക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ഇപ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ ഇത് എന്തായാലും എസ്കലേറ്റ് ചെയ്യും എന്നുള്ള തരത്തിലാണ് അവർ നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ വ്യോമയാന മേഖലകളെല്ലാം അടച്ചു. ഇനി ഇന്ത്യക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് സമയവും അതിൻ്റെ സന്ദർഭവും ഒക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് പൂർണ്ണമായ അധികാരം നൽകുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന ഓർഡർ. അപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ഓർഡർ ഒന്നും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ട. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനമന്ത്രിയുടെ വാക്കല്ല ഫൈനൽ. അവിടെ സൈനിക മേധാവി എന്തു പറയുന്നു അതിനാണ് അവിടെ പ്രാധാന്യമുള്ളതും സൈനികപരമായ നീക്കങ്ങൾക്ക് അതാണ് അവസാന വാക്കും. അപ്പോൾ ഇത് ഏതൊക്കെയോ തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാന്റെ മുഖം രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കനത്ത യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഒളിഞ്ഞും മറഞ്ഞും നിന്നുകൊണ്ട് ചൈനയുടെ സഹായങ്ങൾ പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. ഇന്റലിജൻസ് പരമായിട്ടുള്ള സഹായം പാകിസ്ഥാന് ചൈനയുടെ ഭാഗത്തുനിന്ന് ലഭിക്കും. അതേപോലെ തന്നെ മിലിറ്ററി എക്യുപ്മെന്റ്സിന്റെ സപ്പോർട്ടും ചൈനയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് ലഭിക്കും. വേണമെങ്കിൽ ചില ഭാഗങ്ങളിൽ സൈനിക വിന്യാസം ചൈനയും നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ മേലെ ഒരു പ്രഷർ വരുത്തിക്കൊണ്ട് കുറച്ചും കൂടി പാകിസ്ഥാൻ അനുകൂലമായിട്ട് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. ഇന്ത്യ ഓൾറെഡി ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് ആക്ച്വലി ഇന്ത്യ ചെയ്തത് എന്നുള്ളത് നമ്മുടെ ഒരു അയൽവക്ക രാജ്യം എന്നുള്ള നിലയ്ക്ക് ചൈനയെ നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട്. സൈനിക നടപടി നടത്തിയത് തീവ്രവാദ കേന്ദ്രങ്ങളെയാണ്. ഒരു തരത്തിലും പാകിസ്ഥാൻ്റെതായിട്ടുള്ള സൈനിക മേഖലയോ അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയൻസിനെയോ ലക്ഷ്യം വെച്ചിട്ടില്ല. പാകിസ്ഥാനിലുള്ള 9ഓളം പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയത് ഇത് മുഴുവനും ടെററിസ്റ്റ് ഇൻസ്റ്റലേഷൻസ് ആയിരുന്നു. അവിടുത്തെ മോസ്കുകളും മദ്രസകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളും പരിശീലനവും ഒക്കെ നടത്തിപ്പോന്ന ഇത്തരം തീവ്രവാദ മേഖലകളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതെന്നുള്ളത് കൃത്യമായിട്ടും ചൈനയുടെ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന നയതന്ത്ര ബന്ധം ചൈനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികൾ വന്നാൽ അവിടെ റഷ്യയോ അമേരിക്കയോ ഫ്രാൻസ്, ഇസ്രായേൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എപ്രകാരം ഇടപെടുന്നു എന്നതിനെ അപേക്ഷിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ പാകിസ്ഥാനെ നേരിട്ട് പാകിസ്ഥാനെ കനത്ത തിരിച്ചടി കൊടുക്കുക അല്ലെങ്കിൽ പ്രഹരം കൊടുക്കുക, പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന കശ്മീരിന്റെ ഭാഗങ്ങൾ തിരിച്ചു പിടിക്കാനൊന്നും ഇന്ത്യക്ക് മറ്റൊരു സൈന്യത്തിന്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ ആയുധബലവും അതേപോലെ തന്നെ സൈനിക ബലവും ഇന്ത്യയുടെ ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി തന്നെ തിരിച്ച് ഈ പ്രദേശങ്ങൾ പിടിച്ചടക്കുവാനും പാകിസ്ഥാൻ ഒരു ചുട്ട മറുപടി കൊടുക്കുവാനും ഇന്ത്യൻ സൈന്യം വളരെ കരുത്തുറ്റ സൈനിക ഭാഗം തന്നെയാണ്. ലോകത്തിലെ തന്നെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ആദ്യ 5ൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ GDPയുടെ നല്ലൊരു ശതമാനം നമ്മൾ സൈനികപരമായിട്ട് ആയുധങ്ങൾ വാങ്ങുവാനും സൈന്യത്തെ നവീകരിക്കുവാനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ എക്കാലത്തെയും പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആക്രമണങ്ങൾ സംഭവിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും തിരിച്ചടിക്കേണ്ട സാഹചര്യമാണെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ രാജ്യത്തിന്റെ നയം. ആ നയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചു പോരുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഉണ്ടെങ്കിൽ പോലും ആ സർക്കാരുകളൊക്കെ സമാധാനത്തിന്റെ പാതയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പോലെയുള്ള ഇത്ര ഭീകര രാഷ്ട്രം നമ്മുടെ അതിർത്തിയിൽ ഇത്രയും അധികം പ്രബലപ്പെടുവാനും തീവ്രവാദം ഇത്രയധികം വളർത്താനുമുള്ള
നമ്മുടെ അഗ്രഷൻ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ കുറഞ്ഞ അഗ്രഷൻ ലെവലുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ ഈ രീതിക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മൂക്കുകയറിട്ട് നിർത്താനുള്ള എല്ലാ സാഹചര്യവുമാണ് ഇപ്പോൾ ഊരിത്തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച ഈ ഒരു വിഷയത്തെ പാകിസ്ഥാനായിട്ട് ഇതിനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പാക് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഇന്ത്യ സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കുകയും പാകിസ്ഥാൻ ഇപ്പോൾ കൈവശമുള്ള പ്രദേശങ്ങൾ കൂടുതൽ പ്രദേശങ്ങൾ ഇന്ത്യ കൈയേറിക്കൊണ്ട് ആ പ്രദേശത്ത് ഇന്ത്യയുടെ സൈനികപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ഇത്തരം പ്രദേശങ്ങളിലെ പാകിസ്ഥാന്റെ സ്പോൺസേഡ് ആയിട്ടുള്ള തീവ്രവാദ കേന്ദ്രങ്ങളും മറ്റും ഇനി ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ ഇന്ത്യ ആ പ്രദേശത്തെ പൂർണ്ണമായും ഇന്ത്യയുടെ ഭരണപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രദേശമാക്കി മാറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കും അതേപോലെ തന്നെ പാകിസ്ഥാനും കനത്ത പ്രഹരമായിരിക്കും. അപ്പൊ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തുന്നത്. ഇനി പാകിസ്ഥാന്റെ ആഭ്യന്തരപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ എത്രത്തോളം ഈ സൈനികപരമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും? ഇനി ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ പാകിസ്ഥാൻ കൂടുതൽ കടക്കണിയിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഓൾറെഡി കടം കൊണ്ട് മുടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ ഇനിയും കടക്കണിയിലേക്ക് പോകും. അത് കൂടുതലും ചൈനയ്ക്ക് തലവെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ചൈനയുമായിട്ട് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സൈനിക ഇടപാടുകൾ നടത്തേണ്ടതായിട്ട് വരും. ഇത്തരം സൈനിക ഇടപാടുകളിലേക്ക് പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് കൂടുതൽ ദുരന്തപൂർണമായ സാഹചര്യമാണ്. ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ പാകിസ്ഥാനിൽ ഇപ്പോൾ അതൊരു നിത്യസംഭവമാണ്. അവിടെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഇപ്പോൾ പണം കൊടുക്കാൻ വേണ്ടി കഴിയാത്തൊരു അന്തരീക്ഷമാണ്. അപ്പൊ ജനങ്ങൾ തിരിയുന്നതോടുകൂടി പാകിസ്ഥാൻ ഗവൺമെന്റ് ഒറ്റപ്പെട്ടു പോകും. അവിടെ ചൈനയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യമാണ് ഇന്ത്യക്കെതിരെ ഇത്തരം ഒരു സൈനികപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് തുടർന്ന് പാകിസ്ഥാൻ മുമ്പോട്ട് പോകണം. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇങ്ങനെയൊന്നും വേണ്ട എന്നുള്ളത്, അത് രാജ്യത്തെ കൂടുതൽ പിന്നോട്ടടിക്കും എന്നുള്ളത് ബോധ്യപ്പെട്ട ജനവിഭാഗം ഈ സൈന്യത്തിന്റെയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ തീരുമാനത്തിനൊക്കെ എതിരാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ പാകിസ്ഥാൻ എടുത്തു വെക്കുന്ന കാലെന്ന് പറയുന്ന വളരെ അപകടം പിടിച്ചൊരു കാൽവെപ്പാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ സൈനികപരമായിട്ടുള്ള നവീകരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ ലോക രാജ്യങ്ങളുടെ നിന്ന് ആയുധം മേടിക്കുന്ന രാജ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോക രാജ്യങ്ങൾക്ക് ആയുധം വിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു. ടെക്നോളജി വിൽപ്പന ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. എന്നാൽ പാകിസ്ഥാനോ ഇപ്പോഴും അവർ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെയൊക്കെ നിലനിൽപ്പ്. അപ്പൊ ഈ രീതിക്ക് നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി നാച്ചുറൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാതെ ഇന്ത്യ പാകിസ്ഥാന് നല്ലൊരു പണി കൊടുത്തിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സൈനിക നടപടിയും കൂടെ ഉണ്ടായാൽ അതൊരിക്കലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താങ്ങുവാൻ കഴിയുന്നതല്ല. അത് ഒരു ആത്മഹത്യാ ഭരണം, അത് എന്താ പറയുക, ഒരു ഡെഡ്ലി ഡിസിഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തല്ല. പക്ഷെ പാകിസ്ഥാനെ പോലുള്ള വിവേകശൂന്യരായിട്ടുള്ള നമ്മളുടെ സമീപ രാജ്യങ്ങൾ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളത് കുറച്ചുകൂടെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത്തരം രീതിയിലുള്ള ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പാകിസ്ഥാനുമായിട്ടും അതേപോലെ തന്നെ ബംഗ്ലാദേശും ചൈനയുമായിട്ടൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്ന അത്തരം സംസ്ഥാനങ്ങളിൽ വളരെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അവിടുത്തെ ഗവൺമെന്റുമായിട്ടൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി പോരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഇവർക്ക് നൽകി പോരുന്നു. ഇന്ന് 4 മണിക്ക് നമുക്ക് മോക്ക് ഡ്രില്ലാണ്. ഈ മോക്ക് ഡ്രില്ലും സക്സസ്ഫുള്ളി നടന്നു. എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തനം വളരെ സുസജ്ജമായി തന്നെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ രാജ്യം ഒരു ആക്രമണത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ സുരക്ഷിതമായി തന്നെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് രണ്ട് പക്ഷത്തു നിന്നും എപ്രകാരമായിരിക്കും ഇനി
നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളത്. എന്തായാലും തീവ്രവാദികൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് പാകിസ്ഥാന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ്. ആ അടി കൊണ്ട പാകിസ്ഥാൻ ഇനി ഒതുങ്ങുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം സമാധാനത്തോടെ ഇവിടെ അവസാനിപ്പിക്കും. ഇല്ല എങ്കിൽ പാകിസ്ഥാന്റെ നടുവൊടിയുന്ന രീതിയിലുള്ള വലിയ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.